ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. എനിക്ക് ഏറ്റവും അധികം റിക്വസ്റ്റുകൾ വരുന്ന ഒരു കാര്യമാണ് ഒന്ന് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഒന്ന് ചോദിക്കാറുള്ളത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, വളരെ മൈൽഡ് ആയിരിക്കണം, 500 ഉള്ളിൽ പ്രൈസും വരണം, പിന്നെ അട്രാക്റ്റീവ് ആയിരിക്കും വേണം. ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ഉണ്ടോന്നു. ഇത് മറ്റേ ശ്രീനിവാസനും മോഹൻലാലും നാടോടിക്കാറ്റിൽ മറ്റേ വീട് തേടിപ്പോയ സിറ്റുവേഷനാണ് അതിന്റെ കാര്യം. സോ അങ്ങനെയും ചില പെർഫ്യൂംസ് ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് സഹിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയ, അതായത് ഒരു 24 hours ഒക്കെ ഫ്രാഗ്രൻസ് കിട്ടുന്ന ചില പെർഫ്യൂംസ് അല്ലെങ്കിൽ പെർഫ്യൂം ഓയിൽസ് ആണ് മോസ്റ്റ്ലി ഉണ്ടാവുക. ഞാൻ പരിചയപ്പെടുത്താം. സോ അതിന് മുന്നേ ചില ആളുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അതായത് എന്തിനാണ് 2 days ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് നമ്മൾ ഒരു 1 day കൂടുതൽ നമ്മൾ കുളിക്കാതെ നടക്കുമോ, അല്ലെങ്കിൽ വേറെ എന്താ പറയാ അത്ര ഹാർഡായിട്ടുള്ള ഒരു പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്യണോ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചിലർക്കൊരു തോന്നലുണ്ടായേക്കാം. അപ്പോൾ അതിനെനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു യാത്രയിലാണെന്ന് കരുതിക്കോളൂ. ഇപ്പോൾ നമ്മൾ ട്രെയിനിലാണ്, ഇപ്പൊ ഇവിടുന്ന് ഡൽഹി വരെ പോവാണ്. സാധനങ്ങളൊക്കെ നമ്മൾ ലഗേജിനുള്ളിലാക്കി എവിടെയെങ്കിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴും അതങ്ങനെ വെക്കുന്നൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ മുഷ്ടി നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ അത്രയും സമയം കവർ ചെയ്തൂടെ. അപ്പോൾ അങ്ങനത്തെ പർപ്പസുകളൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത്രയും 2 ദിവസമൊക്കെ നിൽക്കുന്ന പെർഫ്യൂംസ് ഉണ്ടെങ്കിൽ ഈ പെർഫ്യൂംസ് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഔട്ട്ഡോർ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഗെയിംസോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് മുഖമൊക്കെ തുടച്ച് നമ്മളാകെ വയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോഴും ഈ സാധനത്തിന്റെ സ്മെല്ല് അവിടെ ഉണ്ടാവില്ലേ. സോ അത്തരം സിറ്റുവേഷൻസിൽ ശരിക്കും ഹാർഡ് പെർഫ്യൂം യൂസ് ചെയ്യരുത്. ഫ്രഷ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുക. ഓക്കെ, എന്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസ് ഞാൻ പറയാം. ഞാൻ കാണിക്കാതെ തന്നത് കുറെ എണ്ണം എടുത്ത് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അൽനോയിമിന്റെ പോളോ അല്ല അൽനോയിം ബ്ലാക്ക് ഓർക്കിഡ്. എപ്പോഴും പോളോ എക്സോട്ടിക്ക പോളോ എക്സോട്ടിക്ക വയൽ വരുന്നുള്ളൂ. സോ അൽനോയിം ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു ചോക്ലേറ്റ് പോലത്തെ ഫ്രാഗ്രൻസ് ഉണ്ട്. വൂഡി ആൻഡ് സ്മോക്കി നോട്ട്സും വരുന്നുണ്ട്. അതാണ് അൽനോയിമിന്റെ ബ്ലാക്ക് ഓർക്കിഡ്. അത് ഇപ്പോൾ അവര് ആ പേര് ബ്ലാക്ക് ഓർക്കിഡ് എന്നുള്ള പേര് യൂസ് ചെയ്തുകൊണ്ട് എന്തോ ഒരു പ്രശ്നം പറ്റിയത് കാരണം മേ ബി കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആവും. ഇപ്പോൾ ടോം ഫോർഡിന്റെ കമ്പനിക്കാർ പലർക്കും പണി കൊടുക്കുന്നുണ്ട്. അവര് പേര് കോപ്പി ചെയ്യുന്നവർക്കൊക്കെ അവർ പണി കൊടുക്കുന്നുണ്ട്. ലത്താഫൊക്കെ ഈ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലത്താഫിന്റെ ഒരു സബ് ബ്രാൻഡ് ഉണ്ടല്ലോ, മറ്റേ മൈസൺ അലാബ്ര ഉണ്ട്. എല്ലാം ഈച്ച കോപ്പിയാണ്. അപ്പൊ അവർക്ക് ഇതേപോലെ കിട്ടിയിരുന്നു. ബ്ലൂഡി ഷനയിലൊക്കെ അതേപോലെ വന്നിട്ടൊക്കെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ബ്ലൂഡി ഷനയിലെ ഒരു പോസ്റ്റർ ഇട്ടതിന്റെ പേരിൽ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ID മുമ്പ് പോയതാണ്. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞു തന്നത്. ഞാൻ അതിന് എന്തോ ഒരു ഇൻസ്പയർഡ് എന്തോ ഒരു സാധനം ഇട്ടിട്ട്. അപ്പോൾ ഈ കമ്പനികളൊക്കെ അത്ര അഗ്രസീവായിട്ട് ഇത് നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ റീസെന്റ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ചാനലും പോയി, ഇൻസ്റ്റാഗ്രാം പേജും പോയി. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള 5000 6000 ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജും പോയി. അതും ഇതേപോലെ ഷെനൈലോ ഡിയോർ ഇതിലേതോ ഒരെണ്ണത്തിന്റെ പോസ്റ്റർ എന്തോ ഒരു മാനിപ്പുലേഷൻ ചെയ്തതാണ്. അപ്പോൾ പണി കിട്ടി. അപ്പോൾ എന്തായാലും ബ്ലാക്ക് ദ ഓർക്കിഡ് അങ്ങനെ എന്തോ പേരാണ് ഇപ്പോൾ അൽനോയിം അതിന് കൊടുത്തിട്ടുള്ളത്. സോ അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതേ ഫ്രാഗ്രൻസ് തന്നെയാണ് ആദിൽ ഖാദിരി ഷനായ എന്ന പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ആദിൽ ഖാദിരിന്റെ പ്രൊഡക്റ്റ് ഇത്രയും ഡെപ്ത് ഇല്ല. ആദിൽ ഖാദിരിയിൽ ഒരു ചെറിയൊരു മാനിപ്പുലേഷൻ നടത്തിയത്. ആദിൽ ഖാദിരിയില് ചെറുതായിട്ട് ഒരു എന്താ പറയാ ഒരു ഫ്ലോറൽ ടച്ച് അതിനുള്ളിൽ വരുന്നുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സോ ഫസ്റ്റ് വൺ അൽനോയിമിന്റെ ബ്ലാക്ക് ഓർക്കിഡ് ആണ്. അത് 240 rupeesന് നിങ്ങൾക്ക് 9.9 ml വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. 1 day പ്ലസ് എന്തായാലും ലാസ്റ്റിംഗ് അങ്ങനത്തെ ഒരു ഓയിലാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് വൺ അൽറിഹാബിൻ്റെതാണ്. അൽറിഹാബിന്റെ ഷറക്കിയ. ഞാൻ ഈ അടുത്താണ് ഒരു വർഷത്തോളമായി വീഡിയോ ചെയ്തിട്ട്. അൽറിഹാബ് ഷറക്കിയ അതും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നതാണ്. ബട്ട് വെരി ലോങ് ലാസ്റ്റിംഗ് 12+ hours നിൽക്കുന്ന, നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് സഹിക്കാൻ പറ്റും എന്നെ. ഇതൊന്നും മോശമല്ലാട്ടോ. ഷറക്കിയൊക്കെ നല്ല ഫ്രാഗ്രൻസ് ആണ്. ഒരു ഡേറ്റ്സിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നത്, ഒരു ഈ എന്താ പറയാ ഊത് പ്ലസ് ഡേറ്റ്സ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഷറക്കിയ തരുന്നത്. സോ അതാണ് അടുത്തത് എനിക്ക് പറയാനുള്ളത്. വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്നതാണ്. ഇനി അതിന്റെ പ്രൈസ് 200 rupees ഉള്ളൂ. 600 ml 600 അല്ല
6 അൽറിഹാബ് എനിക്ക് തോന്നുന്നു ഇപ്പൊ വല്ലാതെ കിട്ടുന്നില്ല. അൽറിഹാബിന്റെ കമ്പനി ഇവരെങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് നാട്ടില്. അവര് മേ ബി പ്രൈസ് കൂട്ടിയിട്ട് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. സോ മേ ബി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് കൂടും. പിന്നെ അതേപോലെ തോന്നിയിട്ടുള്ള ഒരെണ്ണം സ്വിസ് അറേബ്യന്റെ ഷഗഫ് ഊദ് എന്ന പ്രൊഡക്റ്റ് ആണ്, പെർഫ്യൂം. ആ ഒരു പെർഫ്യൂമും ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു 3000 ഉള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ എന്താ പറയാ ഡാർക്ക് സ്മെല്ലാണ്. ഡാർക്ക് പറഞ്ഞാൽ ആംബർ അല്ല, നമുക്ക് പരിചിതമായ ഈ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പെർഫ്യൂംസ് നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയാ ഒരു വൂഡി ചെറിയൊരു സ്വീറ്റ്നെസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സ്വീറ്റ് വൂഡി ഫ്രാഗ്രൻസ്. ഇത് ആക്ച്വലി പിന്നെ ലാംകോമിന്റെ ബൊക്കെ ഇഡിയാൽ എന്ന പെർഫ്യൂമിന്റെ ലാംകോം ബൊക്കെ അതിന്റെ ഇൻസ്പയർഡ് ആണത്. അതിലൊരു വേർഷൻ നമ്മുടെ എക്സെൻസിലുണ്ട്, നമ്മുടെ ബ്രാൻഡിലും വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതാണ്. സോ അതിന്റെ നെയിം ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, പേരിപ്പോൾ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഏതാണെന്നുള്ളത്. ഓക്കെ, സോ സ്വിസ് അറേബ്യന്റെ ഷഗഫ് ഊദ് ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അങ്ങനെ നിൽക്കുന്ന ഒരെണ്ണമാണ് അഹ്മദ് അൽ മഗരിബി മർജ്. വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്, അതും ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്നതാണ്. ഓപ്പണിങ് കുറച്ച് കുത്തലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. നമ്മുടെ ഇന്റർലൂഡിന്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു ഓംബ്ര ലെതർ ഇന്റർലൂഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കിട്ടുക. പക്ഷെ പിന്നീട് അതിങ്ങനെ മാറി വരും. ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്താൽ 24 hours ഒക്കെ മേലെ സാധനം നിൽക്കുന്നുണ്ട്. ബട്ട് ഓൺ ദി സ്ട്രോങ്ങർ സൈഡാണ് ഫ്രാഗ്രൻസ് വരുന്നത്. ബട്ട് എന്നാലും അത് എന്താ പറയാ പ്ലീസിങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ അങ്ങനെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരെണ്ണമാണ് അൽറിഹാബിന്റെ അസീലിന്റെ പെർഫ്യൂം അല്ല, പെർഫ്യൂം ഓയിൽ. അതൊരു ഇത്തിരി ഒരു ഊത് പോലത്തെ സ്മെല്ലുണ്ട്, അരോമാറ്റിക് നോട്ട്സ് ഉണ്ട്, ഒരു സോപ്പ് പോലത്തെ സ്മെല്ലുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് വരുന്നത്. പക്ഷേ അത് പ്ലീസിങ് ആണ്. അത്യാവശ്യം നല്ലോണം നിൽക്കുന്നുണ്ട്. ഒരു 12+ hours ഈസി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതും നല്ലത് തന്നെയാണ്. പിന്നെ അഹ്മദ് അൽ മഗരിബിന്റെ ബിൻഷേക്ക് എന്നുള്ളത് നമ്മുടെ ഊദ് ഫോർ ഗ്രേറ്റ്നെസിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. അപ്പോൾ അതിന്റെ പെർഫ്യൂമും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അതിന്റെ ഇൻസ്പയർഡ് ഓയിൽസ് വരുന്നുണ്ട്, നമുക്ക് ഇൻസ്പയർഡ് ഓയിൽസ് കിട്ടുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതെല്ലാം കുറച്ച് സ്ട്രോങ്ങർ സൈഡിലുള്ളതാണ്. ബട്ട് ഇതൊക്കെ 1 day ലെവലില് ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ്. പിന്നെ ഊദ് കമ്പോഡി, ഊദ് കുവൈത്തി ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഊതിൽ വരുന്ന കുറച്ചൊരു പ്രീമിയം ആയിട്ട് വരുന്ന സാധനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ 1 day ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ഓയിൽസ് ആണ്. സോ ഇതിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം ഈസിലി ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളാണ് പരിചയപ്പെടുത്തി. ഇതല്ലാതെ നല്ല സിന്തറ്റിക് ആയിട്ടുള്ള നമ്മുടെ ട്രിപ്ലച്ച് വനിലേന്റെ ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ സ്പ്രേ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. അത് അത്രയായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ആൾക്കാർക്ക് അത് ബെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. നമ്മൾ മാത്രം ബെയർ ചെയ്താൽ പോരല്ലോ, നമ്മൾ അടുത്ത് വരുന്ന ഒരാൾക്കും കൂടി ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. സോ അത്തരം പ്രൊഡക്റ്റുകൾ ഞാൻ ഇതിൽ ഏതും പറഞ്ഞിട്ടില്ല, പറഞ്ഞതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഓരോന്നും എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും, എന്ത് പ്രൈസ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ ഇനിയൊരു വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ 500 rupees പ്രൈസ് വരികയും വേണം. പിന്നെ ലൈറ്റ് സ്മെല്ലായിരിക്കണം, ബട്ട് കുറെ സമയം നിൽക്കണം, ആളുകൾക്ക് പ്ലീസിങ് ആയിരിക്കണം, സെഡക്റ്റീവ് ആയിരിക്കണം. ഇങ്ങനെയുള്ള പെർഫ്യൂം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. ആക്ച്വലി അങ്ങനെയുള്ള പെർഫ്യൂംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടിയ പെർഫ്യൂംസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.